എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ക്യാമ്പസുകളിലൊന്നാണ് IIT-കൾ. ഇപ്പോഴിതാ ഇൻ്റർനാഷണൽ ക്യാമ്പസുകളും വന്നിരിക്കുകയാണ്. IIT അബുദാബിയിലേക്കുള്ള ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സർ, എന്തൊക്കെ പ്രത്യേകതകളാണ് IIT അബുദാബിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്? IIT അബുദാബി IIT ഡൽഹിയുടെയാണ്. ഡൽഹിയുടെ സർ. IIT ഡൽഹിയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പസ് നമുക്ക് അഡ്മിഷൻ കിട്ടാവുന്ന രീതിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ. മറ്റു പല IIT-കൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 2024 IIT അബുദാബിയിലേക്ക് ആദ്യത്തെ ബാച്ചുകളിൽ അഡ്മിഷൻ നടന്നത്. ഓക്കെ. അന്ന് അവിടെ 2 ബ്രാഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിൽ 30 സീറ്റുകൾ. ഓക്കെ. അതുപോലെ തന്നെ എനർജി എഞ്ചിനീയറിംഗ് അവിടെയും 30 സീറ്റായിരുന്നു. വീണ്ടും 2025 വന്നപ്പോൾ ഒരു ബ്രാഞ്ച് കൂടെ ആഡ് ചെയ്തു, കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇങ്ങനെ 3 ബ്രാഞ്ചുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി 2026 പുതുതായിട്ട് അഡീഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയാം ജോസ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു സമയമാകുമ്പോഴാണ് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു പിക്ചർ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്രാഞ്ചുകൾ പുതുതായിട്ടുണ്ടാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2024 ഇത് ആരംഭിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മൾ അല്പം ഒരു സംശയത്തോടു കൂടി ആയിരിക്കാം ഇതിനെ കണ്ടത്. എങ്കിലും ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്ത ആളുകളുണ്ട്. കാരണം അബുദാബിയിൽ IIT-യിൽ ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ നമുക്കറിയാം ഒരു മൾട്ടി കൾച്ചർ സൊസൈറ്റിയാണ്. വിവിധ രാജ്യങ്ങളിലെ വിവിധ യൂണിവേഴ്സിറ്റികൾ അവരുടെ സെക്കൻഡ് ക്യാമ്പസൊക്കെ അബുദാബിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോർമുല 1 റേസ് നടക്കുന്ന സിറ്റിയാണ്. ബീച്ചസൊക്കെ ഒരുപാടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് നിൽക്കുന്ന നിപ്പിൽ എന്ന് പറഞ്ഞ രീതിയിൽ വലിയ ഡെവലപ്മെൻറ്റ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുറച്ച് മലയാളി സ്റ്റുഡൻസും അതുപോലെ തന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ മക്കളുണ്ടല്ലോ, അവരുണ്ട്. UAE ഇൻ്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ 24 ചേർന്നു. പക്ഷേ 25 വന്നപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ വലിയ ഒരു അട്രാക്ഷൻ IIT അബുദാബിക്ക് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം, നമ്മൾ സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബെറ്റർ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടത്തേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ നോക്കിയിട്ടാണ്. അഡ്മിഷൻ പ്രൊസീജിയർ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലതായിരിക്കും എന്ന് നമുക്ക് പൊതുവിൽ പറയാമല്ലോ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു IIT-യെ സംബന്ധിച്ച് നമുക്ക് എടുക്കാവുന്നത് അതാത് വർഷങ്ങളിലെ ജോസ അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസാണ്. അങ്ങനെ നമ്മൾ 2024 IIT അബുദാബിയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് IIT ഡൽഹിയുടെ സൈറ്റിലാണ് നമ്മൾ നോക്കുന്നത്. IIT ഡൽഹിയുടെ ക്യാമ്പസിലാണ് സബ് സെൻ്ററായിട്ട് വരുന്നതുകൊണ്ട് IIT ഡൽഹി അബുദാബി ക്യാമ്പസ് എന്നുള്ള രീതിയിൽ കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ഏകദേശം ഒരു 4000-ഓട് അടുത്ത് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് അവസാനിച്ചിരിക്കുന്ന 6500-ലാണ്. അഡ്വാൻസ്ഡ് റാങ്കാണ് ഞാനീ പറയുന്നത്. 4000-ഓട് അടുത്ത് തുടങ്ങിയിട്ട് 6500-ലാണ് അവസാനിച്ചിരിക്കുന്നത്. അതേസമയം എനർജി എഞ്ചിനീയറിംഗ് അത് അവസാനിച്ചിരിക്കുന്നത് ഒരു 7500-7600 റേഞ്ചിലാണ് അഡ്വാൻസ്ഡ് റാങ്ക്. ഇത് നമ്മൾ 2025 വരുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യത്തിൽ വലിയ ഒരു വേരിയേഷൻ നമുക്കവിടെ കാണാം. കമ്പ്യൂട്ടർ സയൻസിൻ്റെ 2025 നമ്മൾ ജോസ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് IIT ഡൽഹി അബുദാബി ക്യാമ്പസ് നമ്മൾ നോക്കുമ്പോൾ 1341 തോന്നുന്നു. അതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1761 അവസാനിച്ചിരിക്കുന്നു. അതായത് 1761 അഡ്വാൻസ്ഡ് റാങ്ക് കിട്ടിയ കുട്ടിക്കാണ് IIT ഡൽഹി അബുദാബി ക്യാമ്പസിൽ CS കിട്ടിയിരിക്കുന്നത്. അതായത് 6500-ൽ ഒറ്റയടിക്ക് ഇത്രയും ഒരു ഹൈക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ IIT അബുദാബിയുടെ അട്രാക്ഷൻ എത്ര വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സാർ, പലപ്പോഴും ഒരു 1700 എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറയുന്നത് മിക്കവാറും ഒരു നല്ല IIT-കളിലൊക്കെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ തൊട്ടടുത്ത ബ്രാഞ്ചുകൾ കിട്ടുന്ന ഏറ്റവും ഡിമാൻഡിങ് ആ ഒരു സ്കോർ തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ അഡ്വാൻസ്ഡ് കിട്ടി ഏത് IIT-കളിലും അത്യാവശ്യം ഏത് നല്ല കോഴ്സും കിട്ടുന്ന ഒരു വിദ്യാർത്ഥി അബുദാബി ചൂസ് ചെയ്യുന്നത്? ശരിയാണ്. നമുക്ക് നമ്മുടെ ടോപ്പ് മദർ IITs-ലാണെങ്കിൽ പോലും ഒരു മീഡിയം ബ്രാഞ്ച് അല്ലെങ്കിൽ അല്പം ലോവർ മിഡിൽ ലെവൽ IITs-ൽ ടോപ്പ് ബ്രാഞ്ച് ഇലക്ട്രിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകളൊക്കെ കിട്ടുന്ന അതെ. ഇപ്പം ട്രിച്ചി ഒഴിച്ച് ബാക്കി ഏതിലും 1700 പറയുമ്പോൾ ട്രിച്ചി ഒഴിച്ച് ബാക്കി എവിടെയും CS പോസിബിളാണ്. അങ്ങനെ ഒരു റാങ്കാണത്. അപ്പോൾ ഇതിന് നമുക്ക് പറഞ്ഞു വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ പറ്റും. അതായത് IIT അബുദാബി ക്യാമ്പസിൽ അഡ്വാൻസ്ഡ് വഴി 1/3 സീറ്റ്സാണ് അവൈലബിൾ. 1/3. അപ്പോൾ അതായത് 30 സീറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 10 സീറ്റ് മാത്രമാണ്
ജെഇ അഡ്വാൻസ്ഡ് വഴി അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളതിൻ്റെ കാര്യമാണ് ഇപ്പം നമ്മൾ സംസാരിച്ചത്. ബാക്കിയുള്ള 2/3 സീറ്റ് വരുന്നത് കമ്പൈൻഡ് അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ്. കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും, CAET. അപ്പോൾ അതുവഴിയാണ് ബാക്കി സീറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ജെഇ അഡ്വാൻസ്ഡിൻ്റെ കാര്യം ആദ്യം പറയാം, എന്നിട്ട് CAETയിലേക്ക് പോകാം. അപ്പോൾ ജെഇ അഡ്വാൻസ്ഡ് വഴി 10 സീറ്റേ ഉള്ളുവെങ്കിലും എല്ലാ റിസർവേഷൻ പ്രോസസ്സ് ഇവിടെ ഉണ്ട്. എല്ലാ കാറ്റഗറിക്കും ഈ 30 സീറ്റിനും റിസർവേഷൻ ഉണ്ട്. നമ്മുടെ ജെഇയുടെ ജോസ വഴിയാണല്ലോ ഈ പറഞ്ഞ ജെഇ അഡ്വാൻസ്ഡിൻ്റെ റാങ്കിൽ വഴിയാണല്ലോ പോകുന്നത്. അപ്പോൾ ജോസ വഴി ആയതുകൊണ്ട് ഡൽഹി IIT പോലെ തന്നെ നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. അതായത് ഈ 10 സീറ്റുകൾക്ക് റിസർവേഷൻസ് എല്ലാം ഉണ്ട്. ബാക്കി 20 സീറ്റുകൾ വേറെ പ്രൊസീജിയറാണ്. അത് ജോസ വഴിയല്ല, ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ ആണത് ആപ്ലിക്കേഷൻ വരുന്നത്. ഈ ജോസ വഴി പോകുന്നത് നമ്മുടെ ഈ ജെഇ അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന ആ രീതിയിലുള്ളതാണ്. 10 സീറ്റാണ് വരുന്നത് ഓരോ ബ്രാഞ്ചിലും വരും. അപ്പോൾ ഇതിൽ ഇങ്ങനെ അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി അടയ്ക്കേണ്ട ഫീസ് IIT ഡൽഹിയിലെ ഫീസ് എത്രയാണോ അതേ ഫീസാണ്. ആക്ച്വലി നമ്മൾ അവിടുത്തെ ഫീസ് നോക്കുമ്പോൾ വളരെ ഉയർന്ന ഫീസാണ്. IIT അബുദാബിയിലെ ഫീസ് സ്ട്രക്ചർ നോക്കുമ്പോൾ വരുന്നത് 4 വർഷം പഠിക്കാൻ ഏകദേശം ഒരു 80-85 ലാക്സോളം വരുന്നുണ്ട്. അത്രയും വലിയ ഫീസ് വരുന്നുണ്ട്. പക്ഷേ ജെഇ അഡ്വാൻസ്ഡ് വഴി അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി അടയ്ക്കേണ്ടത് IIT ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടിയാൽ അടയ്ക്കേണ്ട ഫീസ് നമുക്കറിയാം ഏകദേശം 2.5 ലാക്സാണ് പെർ ഇയർ വരുന്നത്. അതേ ഫീസ് അടച്ചാൽ മതി, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്കറിയാം ഹോസ്റ്റൽ എവിടെയാണെങ്കിൽ നമുക്ക് IIT അബുദാബിയൊക്കെ ആകുമ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ആണെന്ന് കണക്ക് കൂട്ടുന്നത്. പക്ഷേ അവിടെ 2 ഷെയർ ഹോസ്റ്റൽ റൂം ഫ്രീ ആയിട്ട് പഠിക്കണം, ഫ്രീ ആയിട്ട് കൊടുക്കാം. അപ്പം അഡ്വാൻസ്ഡ് വരുന്ന കുട്ടിക്ക് ഹോസ്റ്റൽ ഫ്രീ ആണ്. തന്നെയുമല്ല പെർ മന്ത് ഓരോ മാസവും ഒരു 2000 ദിറം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിലയ്ക്ക് രീതിക്ക് ഒരു 50,000-ഓളം രൂപ ഓരോ മാസവും കുട്ടിക്ക് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടും. ഓരോ മാസവുമാണ് ഈ പറഞ്ഞ 50,000 രൂപ കിട്ടും. അപ്പം ഒരു 4 വർഷം നല്ലൊരു എമൗണ്ടിലേക്ക് ഇത് മാറുന്നു. അതുമല്ല, ഇനി ഓരോ വർഷവും നമുക്കറിയാം അവരുടെ സെമസ്റ്റർ കഴിയുമ്പോൾ 2-3 മാസത്തെ വെക്കേഷൻ വരുമല്ലോ. ആ സമയത്ത് അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അവർക്ക് 1,00,000 രൂപ വരെ, അതായത് ആ സമയത്ത് ഒരു 4,000 ദിറം ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്കിൽ 1,00,000-ഓളം രൂപ അവരുടെ എല്ലാ ട്രാവലിംഗ് എക്സ്പെൻസുമായിട്ട് അതും മീറ്റ് ചെയ്യാൻ പറ്റുന്നു. അബുദാബി ജോലിക്ക് പോയ എഫക്റ്റിലേക്ക് മാറാം. അതെ അത്രയും. അപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ നമ്മളവിടെ പഠിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എക്സ്പെൻസ് ഒന്നും കൂടുന്നുമില്ല. അതേസമയം എക്സ്പോഷർ വൈസ് ബെറ്റർ ആണ് താനും. സാർ, അപ്പം വേറെ ആംഗിൾ ചിന്തിക്കുവാണെങ്കിൽ IIT അബുദാബി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫീസ് അടയ്ക്കണം. അതേ ഫീസ് തന്നെയാണ് IIT ഡൽഹിയിലും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടത്. പക്ഷേ IIT ഡൽഹിയിലേക്ക് വരുമ്പോഴത്തേനും അവിടെ മറ്റ് എക്സ്പെൻസുകളുണ്ട്, ഈ പറഞ്ഞ ഹോസ്റ്റലുണ്ട്, മെസ്സ്. പക്ഷേ IIT അബുദാബിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും വേണ്ട. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം IIT ഡൽഹിയേക്കാളും കുറഞ്ഞ ഫീസിൽ എന്ന് പറയാം. പക്ഷേ IITകൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് നമ്മൾ 2024 സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്താണെങ്കിലും നമ്മൾ IITയുടെ റേറ്റിംഗ് വരുമ്പോൾ ഡൽഹിയുടെ താഴെ നമുക്ക് അബുദാബി പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു കാര്യമാണ്. ഈ രണ്ടാമതൊരു കൂട്ടർ അവരാണ് 2/3 വരുന്നത് നമ്മുടെ CAET വഴി വരുന്ന കുട്ടികൾ. അപ്പം ജെഇ അഡ്വാൻസ് നമുക്ക് ഇന്ത്യൻ നാഷണൽസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളിനും കുഴപ്പമില്ല. NRI സ്റ്റാറ്റസ് ഉള്ളവർക്കും ഇന്ത്യൻ നാഷണലാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ആ സമയം CAET അപ്ലൈ ചെയ്യാൻ വരുന്നത് നമുക്ക് ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ നാഷണൽസിന് പറ്റിയല്ല. ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് പറ്റിയത്. ആ സമയം NRI സ്റ്റാറ്റസ് ഉള്ള 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ വിദേശത്ത് പഠിച്ചവരെ കൊണ്ട് UAE പഠിച്ചവർക്ക് സാധിക്കും. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സാധിക്കും, എവിടെയുള്ളവർക്കും. പിന്നെ UAE സിറ്റിസൺസ്, UAEയിലുള്ള ആളുകൾക്കും. ഈ 3 കൂട്ടരാണ് ഈ പറയുന്ന CAET എക്സാം എഴുതുന്നത്. അത് ഏകദേശം ഒരു ജെഇ മെയിൻ പാറ്റേണിലുള്ള ഒരു എക്സാമാണ്. അത് കഴിഞ്ഞ വർഷമൊക്കെ 2 സെഷനായിട്ട് നടന്നത്. ഈ വർഷം 4 സെഷനുണ്ട്. ആദ്യത്തെ നവംബറിലായിരുന്നു, അത് കഴിഞ്ഞു. അടുത്തത് വരുന്നുണ്ട്, ഈ പറയുന്ന ഫെബ്രുവരിയിലേക്ക് വരുന്നുണ്ട്. ഈ ജനുവരി 30 വരെ അപ്ലൈ ചെയ്യാം. പിന്നത്തേത് ഏപ്രിലുണ്ടാവും, അതിനുശേഷം ജൂണിലും ഉണ്ടാവും. 4 ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം എഴുതാം. ഏതെങ്കിലും 2 എഴുതാം. അതിനകത്ത് ബെസ്റ്റ് സ്കോറായിരിക്കും പരിഗണിക്കുന്നത്. $100 ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ എക്സാമിൻ്റെ സ്കോറിൻ്റെ ബേസിൽ ആണ് അടുത്ത 2/3 സീറ്റിലേക്ക് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ വളരെ ഉയർന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 80 lakhs അബോവ് ഫീസ് സ്ട്രക്ചർ വരികയാണ്. പക്ഷേ അവിടെയും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല, ഫീ വേവിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ഈ പറഞ്ഞ CAET എക്സാമിൻ്റെ ടോപ്പേഴ്സിന് അവർക്ക് ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകൾക്ക്, ടോപ്പേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് വരുന്ന ആളുകൾക്ക് 100% ഫീ വേവിയർ കൊടുക്കുന്നുണ്ട്.
എത്ര സ്റ്റുഡൻസ് എന്ന് അവർ പറയുന്നുണ്ടോ? ഇത്ര സ്റ്റുഡൻസ് അവർ 5 സ്റ്റുഡൻസ് ആണ് സാധാരണ പറയുന്നത്. 5 സ്റ്റുഡൻസ് 20-ൽ 5 പേർ നമുക്ക് കണക്കൂട്ടാം. പഠിക്കാം. വീണ്ടും ഒരു 5 സ്റ്റുഡൻസിന് ഓക്കെ ഒരു 50% ഫീ വേവിയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇത് ആദ്യത്തെ സെമസ്റ്ററിൽ ഇങ്ങനെയാണെങ്കിൽ വരും സെമസ്റ്ററുകളിൽ CGPA നോക്കിയിട്ടാണ്. ഓക്കെ. 8 CGPA 10 ഔട്ട് ഓഫ് 10 8 CGPA ഉള്ളവർക്ക് 100% ഫീ വേവിയർ 5 പേർക്ക് കിട്ടുന്നുണ്ട്, ഫീ വേവിയർ കൊടുക്കുന്നുണ്ട്. 6 എബോവ് CGPA ആണെങ്കിൽ 50% ഫീ വേവിയർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഒരവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ മക്കൾ ഇവിടെ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞ 5 വർഷം 8, 9, 10, 11, 12 പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ എക്സാം എഴുതണം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം JEE അഡ്വാൻസ്ഡിന് വേണ്ട എലിജിബിലിറ്റി തന്നെയാണ് ഈ പറയുന്ന CITക്കും. അതായത് 2025-ലും 2026-ലും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചാൻസുകളുടെ എണ്ണം 2 സെഷൻ ഉണ്ടെങ്കിൽ 2 അല്ല, ചാൻസുകൾ നമ്പറുകൾ എക്സാം 2025-ലും 2026-ലും പ്ലസ് ടു പഠിക്കുന്ന വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വർഷം. അതായത് JEE അഡ്വാൻസ്ഡ് അതേ പാറ്റേൺ അതേ രീതിയിൽ നമ്മളത് പരിഗണിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം കാരണം JEE അഡ്വാൻസ്ഡ് വഴി വരുന്ന കുട്ടികൾ ഇതിനകത്തുണ്ട്. ഓക്കെ. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് JEE അഡ്വാൻസ്ഡ് വഴി വരുന്ന കുട്ടികൾക്ക് അവരെ സംബന്ധിച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടാവും, UAE നാഷണൽസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷർ വൈസ് നല്ലതാണെന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ വേറെ ആംഗിൾ ചിന്തിക്കാൻ ആഗ്രഹിക്കണം. അതായത് അവിടെ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് ആ ഒരു റീജിയണൽ പ്ലേസ്ഡ് ആകാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊരു വിദ്യാർത്ഥി കരുതുന്നതിൽ തെറ്റുണ്ടോ? അവിടെ നിൽക്കാനാണ് വീണ്ടും അങ്ങനെയൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവിടെ തുടരാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇൻ്റർനാഷണൽ ഫേമുകളിൽ നിന്നുള്ള പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് അതൊരു ഇന്ത്യയിലെ ഒരു ഡൊമസ്റ്റിക് കമ്പനി അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ആയ ഒരു പ്ലേസ്മെൻറ്റിനേക്കാളും എന്തുകൊണ്ടും കുറച്ചും കൂടെ വലിയൊരു പ്ലേസ്മെന്റ് ആയിരിക്കും ഒരു ഇന്റർനാഷണൽ പ്ലേസ്മെന്റിലേക്ക് വരുമ്പോൾ. അങ്ങനെ കരുതുവാണെങ്കിൽ മറ്റു പല യൂണിവേഴ്സിറ്റികളിലെയും ക്യാമ്പസുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുട്ടികളെ അന്വേഷിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സാധ്യത അവിടെ ഉണ്ട്. എന്നിരിക്കലും നമുക്കറിയാം 2024-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ച് 2028-ലാണ് വരുന്നുള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും പ്ലേസ്മെൻറ്റിനെ കുറിച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷേ IIT ഡൽഹിയുടെ ആണ്, അതിൻ്റെ കൂടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയുടെ ഒരു ആവറേജ് 30 LPA ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഇനി ജോസ അലോട്ട്മെൻറ്റിൽ IIT ഡൽഹിക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി IIT അബുദാബിയും മാറിയിട്ടുണ്ട്. സാറിൻ്റെ ഒരു അനാലിസിസിൽ നിന്നും വിദ്യാർത്ഥികൾക്കും പേരൻസിനും എല്ലാം കൃത്യമായ ഐഡിയ കിട്ടി എന്ന് ഞങ്ങൾ കരുതുകയാണ്. സർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.